So we can start the session, students. So once again, good evening and hope you all did your exams well. Okay, so നിങ്ങൾക്ക് എന്ന് വരെയാണ് exams ഉള്ളത്? Till what date do you have the exams? Till 12th വരെ. 12th വരെ. Okay, fine. Okay, students. So now let's continue. Okay, so നമ്മൾ last classൽ pronouns start ചെയ്തിട്ടുണ്ടായിരുന്നു, right? And we completed the first 4 types of pronouns, that is personal pronouns, possessive pronouns, demonstrative pronouns and interrogative pronouns. അപ്പോൾ നമ്മൾ personal, possessive, demonstrative, interrogative ഈ 4 types ആണ് നമ്മൾ നോക്കിയത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു റിവിഷൻ നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ ആയിട്ട് ചെയ്യാം. So personal pronouns are nothing but the very common pronouns that we use in our daily communication. അതായത് personal pronouns എന്ന് പറയുമ്പോൾ I, you, they, we, he, she, it, me, them, us, him and her. Totally നമുക്ക് 12 pronouns വരും. These 12 pronouns are called personal pronouns. I, you, they, we, he, she, it, me, them, us, him and her. ഇതിൽ നമ്മൾ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺസ് എന്നും ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺസ് എന്നും നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ പ്രൊനൗൺസിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ വി ഗെറ്റ് പേഴ്സണൽ subjective personal pronoun and objective personal pronoun. So these are the subjective personal pronouns. I, you, they, we, he, she, it. ഇതിൽ I, you, they and we are plural subjective pronouns, whereas he, she and it are singular subjective pronouns. And the only exception here is I and you are always considered to be plural. In spite of being singular, നമ്മൾ അവരെ I-നെയും U-നെയും എപ്പോഴും plural subjects ആയിട്ടാണ് consider ചെയ്യുക. Alright. Now moving to objective personal pronouns. Me, you, him, her, it, us, you and them. ഇവിടെ നമുക്ക് ടോട്ടലി 8 നമ്പർ ആയിട്ട് കാണും. 8 പേരുള്ളതായിട്ട് തോന്നും. ഇറ്റ് ഇസ് ബിക്കോസ് me, you, him, her, it എന്ന് പറയുന്നതെല്ലാം സിംഗുലർ ആണ്. us, you, them എന്ന് പറയുന്നത് പ്ലൂറൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിൽ സിംഗുലർ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസിലും പ്ലൂറൽ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസിലും കോമൺ ആയിട്ട് വരുന്ന ഒരാളാണ് യു. ബിക്കോസ് യു എന്ന് പറയുമ്പോൾ നീ എന്നും മീനിങ് ഉണ്ട്, നിങ്ങൾ എന്ന് പറയുന്ന മീനിങ്ങും ഉണ്ട് അല്ലേ? അപ്പോൾ നീ എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു, നിങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ പേരെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് സിംഗുലറിലും പ്ലൂറലിനും നമുക്ക് യു വരാനുള്ള റീസൺ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ 3 + 4 7 അല്ലേ? 4 പ്ലൂറൽ ആൻഡ് 3 സിംഗുലർ. സോ ടോട്ടലി 4 + 3 7. ഇവിടെ നമുക്ക് പക്ഷേ 5 സിംഗുലറും 3 പ്ലൂറലും വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ യു എന്ന് പറയുന്നത് സിംഗുലർ ഒബ്ജക്റ്റീവിലും പ്ലൂറൽ ഒബ്ജക്റ്റീവിലും റിപ്പീറ്റഡ് ആയതുകൊണ്ട്. ഓൾറൈറ്റ്. Now moving to possessive pronouns. So possessive pronouns are only 7. Totally 7 മാത്രമേ ഉള്ളൂ. So possessive pronouns are mine, ours, yours, his, hers, theirs and its. I repeat, mine, ours, yours, hers, his, theirs and its. Mine എന്ന് പറഞ്ഞാൽ എൻ്റെ, ours എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, yours എന്ന് പറഞ്ഞാൽ നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, his എന്ന് പറഞ്ഞാൽ അവൻ്റെ, hers എന്ന് പറഞ്ഞാൽ അവളുടെ, theirs എന്ന് പറഞ്ഞാൽ അവരുടെ, ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഒരു ആനിമലിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ കളർ വൈറ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് കളർ ഇസ് വൈറ്റ്. അതിൻ്റെ ടെയിൽ ലോങ് ആണ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടെയിൽ ഇസ് ലോങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ ഇതിൽ പലപ്പോഴും കുട്ടികൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ITS എന്ന് പറയുന്ന വേർഡും IT' എന്ന് പറയുന്ന വേർഡും. ശ്രദ്ധിക്കുക, ITS എന്ന് പറയുന്ന ഇറ്റ്സും IT' ഇറ്റ്സ് തന്നെയാണ്. അപ്പോൾ ആ ഇറ്റ്സും ഈ ഇറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴും കുറേ പേർക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ITS എന്ന് പറഞ്ഞാൽ പൊസസീവ് പ്രൊനൗൺ ആണ്. ഇറ്റ്സ് നെയിം ഈസ് കിറ്റി, അല്ലെങ്കിൽ ഇറ്റ്സ് നെയിം ഈസ് പോപ്പി, ഐ ഹാവ് എ ഡോഗ്, ഇറ്റ്സ് നെയിം ഈസ് ജോൺ, ജോണി, അതിൻ്റെ പേര് ഇറ്റ്സ് നെയിം എന്നാണ് അവിടെ പറയുന്നത്. അതേസമയം IT' ഇട്ടാൽ അതിൻ്റെ മീനിങ് എന്താണ്? എന്താണ് ഈ IT'? IT' എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു കോൺട്രാക്ഷൻ ആണ്. അത് എന്തിൻ്റെ കോൺട്രാക്ഷൻ ആണ്, എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ്? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓർ യു ക്യാൻ ഓൾസോ സ്വിച്ച് ഓൺ യുവർ മൈക്ക് ആൻഡ് ടെൽ. ഇറ്റ് ഈസ്. ഓക്കെ, ഇറ്റ് ഈസ്. വെരി ഗുഡ്. ഇറ്റ് ഈസിൻ്റെ ഷോർട്ട് ഫോം ആണ് ഈ IT' എന്ന് പറയുന്നത്. അപ്പോൾ ആ IT' എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് വെരി കോൾഡ്, ഇറ്റ് ഈസ് വെരി ഹോട്ട്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ IT' എഴുതുന്നത്.
എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ITS എന്ന് പറയുന്നത് ഇറ്റ്സ് എന്ന് പറയുന്ന പൊസസീവ് പ്രൊണൗൺ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എന്ന് പറയുന്ന ഇറ്റ്സ് വേറെ, ITS എന്ന് മാത്രം എഴുതുന്ന ഇറ്റ്സ് വേറെ. അവിടെ പൊസസീവ് പ്രൊണൗൺ ആകുമ്പോൾ നമ്മൾ ITS എന്ന് മാത്രമേ എഴുതുള്ളൂ. എന്നാൽ ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം എങ്ങനെയാണ് എഴുതുക? IT അപ്പോസ്ട്രോഫി ഇട്ടിട്ട് നമ്മൾ S എഴുതും. അപ്പോൾ ഈ ഇറ്റ്സും ആ ഇറ്റ്സും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ITS എന്ന് മാത്രം എഴുതിയാൽ അതൊരു പൊസസീവ് പ്രൊണൗൺ ആണ്. IT അപ്പോസ്ട്രോഫി S എന്ന് എഴുതിയാൽ അതൊരു എന്താണ്, ഇറ്റ് ഈസ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. Alright, now moving to demonstrative pronouns. Demonstrative pronouns are only for this, that, these and those. ഈ this, that, these and those നെയാണ് നമ്മൾ പൊസസീവ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ല. ദിസും ദാറ്റും സിംഗുലർ ആണ്, ദീസും ദോസും പ്ലൂറൽ ആണ്. ദിസ് ആൻഡ് ദാറ്റ് ആർ സിംഗുലർ, ദീസ് ആൻഡ് ദോസ് ആർ പ്ലൂറൽ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ദിസും ദീസും അടുത്തുള്ളതിനെ കാണിക്കാൻ യൂസ് ചെയ്യും, ടു ഷോ നിയർ ബൈ ഓബ്ജെക്ട്സ്. ദിസ് ആൻഡ് ദീസ് ആർ യൂസ്ഡ് ടു ഷോ നിയർ ബൈ ഓബ്ജെക്ട്സ്. വെറാസ് ദാറ്റ് ആൻഡ് ദോസ്, ദാറ്റും ദോസും ഫാർ ആയിട്ടുള്ള ഒബ്ജെക്ട്സിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ആൻഡ് ദോസ് ആർ യൂസ്ഡ് ടു ഷോ ഫാർ ഓബ്ജെക്ട്സ്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് മൈ പെൻ എന്ന് പറഞ്ഞാൽ ഈ പെൻ എൻ്റെ അടുത്തുണ്ട്. ദീസ് ആർ മൈ പെൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ പെൻസ് ആണ്, അതും എൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് മൈ ബുക്ക് എന്ന് പറയുമ്പോൾ അതെൻ്റെ ബുക്കാണ്, അപ്പോൾ അതെൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയാണുള്ളത്. അതേപോലെ ദോസ് ആർ മൈ ബുക്സ് എന്ന് പറയുമ്പോൾ അതെല്ലാം എൻ്റെ ബുക്സ് ആണ്, അതും കുറച്ച് ദൂരെയാണുള്ളത്. അപ്പോൾ ദിസും ദീസും നിയർ ബൈ ഒബ്ജെക്ട്സിനെയും ദാറ്റും ദോസും ഫാർ അവേ ഒബ്ജെക്ട്സിനെയുമാണ് കാണിക്കുന്നത്. പിന്നെ ദിസും ദാറ്റും സിംഗുലർ ആണ്, ദീസും ദോസും പ്ലൂറൽ ആണ്. ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിൻ്റെ ഈ ഒരു കാര്യം എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒരു തംസ് പഠിച്ചേ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ് കേട്ടോ. ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഇസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഗൈസ്, വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആർ വെരി ഈസി. അഗെയിൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് കഴിഞ്ഞാൽ പിന്നെ ഈസിയസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. ബിക്കോസ് വി ജസ്റ്റ് ഹാവ് ടു റിമെമ്പർ ഓൺലി 5 വേർഡ്സ്. വാട്ട് ആർ ദോസ് 5 വേർഡ്സ്? യെസ്, വാട്ട്, വിച്ച്, who, whose and whom. I repeat, what, which, who, whose and whom. ആര് അല്ലെങ്കിൽ എന്ത്, ഏത്, ആര്, ആരുടെ, ആരെ. Okay, so what is എന്ത്, which is ഏത്, who is ആര്, whose is ആരുടെ and whom is ആരെ. Alright, so ഈ 5 വേർഡ്സ് മാത്രം നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെച്ചാൽ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് തറവാവും. സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്ത ഒരു ആക്ടിവിറ്റി, നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിങ് ദ 5th ടൈപ്പ് ഓഫ് പ്രൊനൗൺ, ദാറ്റ് ഈസ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. അപ്പോൾ നമുക്കിനി 5, 6, 7, 8, 9, 10 അപ്പോൾ ഇന്ന് പ്രൊനൗൺസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് മിസ് വിചാരിക്കുന്നത്. മാക്സിമം നോക്കാം. ഓക്കെ, റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുള്ള പോലെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിഫ്ലെക്ഷൻ. യു നോ വാട്ട് ഈസ് എ റിഫ്ലെക്ഷൻ അല്ലേ? റിഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബം എന്ന് നമ്മൾ പറയും അല്ലേ? So reflexive pronouns are nothing but it reflects the object, it reflects the subject in the sentence. I repeat, reflexive pronouns are those that reflect the subject itself in the sentence. So reflexive pronouns are myself, yourself, itself, himself, herself, ourself and themselves. I repeat, myself, yourself, itself, himself, herself, ourselves and themselves. ഇതെല്ലാ സ്റ്റുഡൻസിനും കൂടിയിട്ട് പറയാണ്. നമ്മുടെ ക്ലാസ് 7:30ക്കാണ്. അപ്പോൾ എല്ലാവരും 7:30ക്ക് തന്നെ കറക്റ്റ് ജോയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ ക്ലാസ് ശരിക്കും 7 o'clock വെക്കേണ്ടതായിരുന്നു, ബട്ട് നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ 7:30 ആക്കുന്നത്. അപ്പോൾ നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 7:30 ആക്കിയത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ലേറ്റ് കമേഴ്സ് വിൽ നോട്ട് ബി അഡ്മിറ്റഡ്. ഓക്കെ, നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂളാണ്. നിങ്ങൾ 7:30 എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി ദർ അറ്റ് 7:30. 7:30ക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 5 മിനിറ്റ്സിൻ്റെ ഇളവൊക്കെ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. നമ്മളൊരു 7:35 വരെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബി ഓൺ ടൈം. ഓക്കെ, സോ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് ദർ ആർ അഗെയിൻ 7. മൈസെൽഫ്, യുവർസെൽഫ്, ഇറ്റ്സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, അവർസെൽവ്സ് ആൻഡ് ദെംസെൽവ്സ്. ഈ അവർസെൽവ്സിനും ദെംസെൽവ്സിനും മാത്രം നമ്മൾ VES എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്.
VES എന്ന് പ്ലൂറൽ ആയിട്ടാണ് എഴുതുന്നത്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ SELF എന്ന് എൻഡ് ചെയ്യുന്നുള്ളൂ. സോ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് റെഫർ ടു ദ സബ്ജക്റ്റ് ഇറ്റ് സെൽഫ് ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിലുള്ള സബ്ജക്റ്റിനെ തന്നെയാണ് ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് കാണിക്കുന്നത്. ആൻഡ് ദേ റിഫ്ലെക്ട് ദ ആക്ഷൻ ടുവേർഡ്സ് ദ സബ്ജക്റ്റ് ആഫ്റ്റർ ദ വേർബ്. അപ്പോൾ ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്താ ചെയ്യുന്നത്? സബ്ജക്റ്റ് എന്ത് ആക്ഷനാണോ സെൻറ്റൻസിൽ ചെയ്യുന്നത് ആ ആക്ഷനെ സ്വയം അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസിൻ്റെ ജോബ് തന്നെ എന്താണ്? സബ്ജക്റ്റിനെ റിഫ്ലെക്റ്റ് ചെയ്യുക. സോ ദേ റിഫ്ലെക്ട് ദ ആക്ഷൻ ടുവേർഡ്സ് ദ സബ്ജക്റ്റ് ആഫ്റ്റർ ദ വേർബ്. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് കഴിഞ്ഞ് ഓബ്ജക്റ്റ് വരും. ഈ ഓബ്ജക്റ്റിൻ്റെ പാർട്ടിലാണ് ഈ പ്രൊനൗൺ വരുന്നത്, റിഫ്ലെക്സീവ് പ്രൊനൗൺ വരുന്നത്. ആ റിഫ്ലെക്സീവ് പ്രൊനൗണിൻ്റെ ജോബ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റിഫ്ലെക്ട്സ് ദി ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത്, എന്ത് ആക്ഷനാണോ ചെയ്യുന്നത് ആ ആക്ഷനെ റിഫ്ലെക്റ്റ് ചെയ്യുന്നു. ദേ റിഫ്ലെക്ട് ദ ആക്ഷൻ ടുവേർഡ്സ് ദ സബ്ജക്റ്റ് ആഫ്റ്റർ ദ വേർബ്. അപ്പോൾ ടുവേർഡ്സ് ദ സബ്ജക്റ്റ് നടക്കുന്ന ആക്ഷനെ റിഫ്ലെക്റ്റ് ചെയ്യുന്നു. ഇവരുടെ പ്ലേസ് എവിടെയാണ്? വെർബിന് ശേഷമാണ്, ആഫ്റ്റർ ദ വേർബാണ്. സോ ദ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് വിൽ റെഫർ ടു ദ സെയിം പേഴ്സൺ. ഇതെന്നിപ്പോൾ എന്താ മനസ്സിലാവുന്നത്? സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒരേ ആളെ തന്നെ റെഫർ ചെയ്യും. കാരണം ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺ വരുന്നത് എവിടെയാണ്? ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിലാണ്. അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ പ്ലേസിൽ ഇരുന്നുകൊണ്ട് സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അത് അങ്ങനെ റിഫ്ലെക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. Alright, so we have some examples here. Who can read these examples? Who is interested to read the examples? Yes, Adila. Okay, Adila vaicholu. Zeba managed to save herself. Ask him to take care of himself. Please help yourself. We must boost ourselves during the times of crisis. This decision was made by themselves. Very good, very good. Okay, so here you can see Zeba is a girl and Zeba managed to save herself. So here subject is Zeba. Zeba is the subject. What is the action that she is doing? Manage or managed. Okay, Zeba managed to save herself. So Zeba managed to save herself. അപ്പോൾ അവൾ തന്നെ അവളെ സ്വയം സേവ് ചെയ്യാൻ മാനേജ് ചെയ്തു. So Zeba managed to save herself. അപ്പോൾ ഇവിടെ Zeba is the subject, managed to save എന്നുള്ളത് നമുക്ക് ടുഗെദർ വേർബായിട്ട് എടുക്കാം. കാരണം മാനേജ്ഡ് എന്നുള്ളത് ഒരു വേർബാണ്, ടു സേവ് എന്നുള്ളത് ഒരു വേർബാണ്. സോ ടു സേവ് herself is the object. So the subject and the object ഇവിടെ സെയിം പേഴ്സണെ തന്നെയല്ലേ കാണിക്കുന്നത്? ഈ സെബാനെ തന്നെയല്ലേ herself എന്ന് പറയുന്നത് അല്ലേ? സോ ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ആർ ദ സെയിം ആൻഡ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ജസ്റ്റ് റിഫ്ലെക്ട്സ് ദ സബ്ജക്റ്റ്. അപ്പോൾ കറക്റ്റ് അല്ലേ ഡെഫിനിഷൻ പറയുന്നത്? സിബാവും ഹെർസെൽഫും ഇവിടെ സെയിം പേഴ്സൺ ആണ്. നെക്സ്റ്റ്, ആസ്ക് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. ആസ്ക് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. അപ്പോൾ ഇവിടെ ഹിം അവനോട്, ആ ഹിം തന്നെയല്ലേ ഹിംസെൽഫിനെയും ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആസ്ക് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. അവനോട് അവനെ തന്നെ സൂക്ഷിക്കാൻ പറയുക. നെക്സ്റ്റ്, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ഈ സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്നുണ്ട്. ഇവിടെ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇസ് ദിസ്? നിങ്ങൾ അതൊന്ന് റിക്കളക്ട് ചെയ്യാൻ നോക്കൂ. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ക്യാൻ സംബഡി ആൻസർ ദറ്റ്? We studied 5 types of sentences. And what is this type? Requests. റിക്വസ്റ്റുകൾ എന്ത് ടൈപ്പാണ്? ദിസ് ഇസ് എ റിക്വസ്റ്റ്. അതിന് നമ്മളൊരു നെയിം സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐ. നീ ക്ലൂ വേണോ? ഓക്കെ, ഐയിൽ തന്നെ 2 ടൈപ്പ് പഠിച്ചു. ഒന്ന് ഇൻട്രോഗേറ്റീവ് ആയിരുന്നു, മറ്റേത് ഏതാണ്? അക്യൂസേറ്റീവ് സെന്റൻസ്, ഇന്റർഗേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്, ഇംപെരേറ്റീവ് സെന്റൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഈ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? ഇംപെരേറ്റീവ് ആണ്. ഇറ്റ്സ് ഇംപെരേറ്റീവ് സെന്റൻസ്. യെസ്, ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇംപെരേറ്റീവ് സെന്റൻസസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് ഇസ് ഹിഡൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് വിൽ ബി ദർ ബട്ട് ഇറ്റ് വിൽ ബി ഹിഡൻ. സോ വാട്ട് ഇസ് ദ സബ്ജക്റ്റ് ഹിയർ? പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ഒരു ഗെസ് ചെയ്യാം നമുക്ക്. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ഓർമ്മ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ അത് ഹിഡൻ ആണ്. ഞാനിപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അവിടെ ആരാ സബ്ജക്റ്റ്? എക്സാക്ട്ലി,
യു നമ്മൾ നോക്കുന്ന ആള്, ആ നോക്കുന്ന ആളെ നമ്മൾ എന്താ പറയാ, യു അല്ലേ. സോ യു ഇസ് ദ സബ്ജക്റ്റ് ഹിയർ. സോ യു പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്, നമ്മൾ അങ്ങനെ ഒരിക്കലും പറയില്ല, അവിടെ യു നമ്മൾ പറയില്ല, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ഓൾറെഡി. അപ്പോൾ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ യുവിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന റിഫ്ലെക്സീവ് പ്രൊനൗൺ അല്ലേ യുവർ സെൽഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ യുവും യുവർ സെൽഫും എന്താണ്, സെയിം പേഴ്സണെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഷിക്കനെ നോക്കി പറയാണ്, ഷിക്ക യു പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അവിടെ യു തന്നെയാണ് യുവർ സെൽഫ്. അപ്പോൾ ഷിക്കാനെ തന്നെയാണ് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. യെസ്. നെക്സ്റ്റ് ഇസ് വി മസ്റ്റ് ബൂസ്റ്റ് അവർ സെൽസ് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ക്രൈസിസ്. Crisis means some kind of situation which we face, like the COVID or like pandemics or disasters. Any kind of tragic situation is called a crisis. Crisis എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടകാലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ COVID-19 പാൻഡമിക് വാസ് എ ക്രൈസിസ് ഫോർ എവ്രി വൺ. സിമിലർലി നിപ്പ വൈറസ് കാരണം കുറേ ഇഷ്യൂസ് വന്നു അല്ലേ. അപ്പോൾ ദാറ്റ് വാസ് അഗെയിൻ എ ക്രൈസിസ്. സിമിലർലി വയനാട് ലാൻഡ് സ്ലൈഡ് വന്നു. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ക്രൈസിസ് അല്ലേ. അതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പോലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ അത്രയും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഡിസാസ്റ്റേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ലിസ്റ്റിൽ വരുന്ന, ടോപ്പ് ലിസ്റ്റിൽ വരുന്നതാണ് ഈ വയനാട് ലാൻഡ് സ്ലൈഡ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള പീരിയഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ ക്രൈസിസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് കേട്ടോ. ക്രൈസിസ് ഇതിൻ്റെ സിംഗുലർ എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ചെറിയ വ്യത്യാസമേ വരുള്ളൂ സ്പെല്ലിങ്ങിൽ. CRISES ക്രൈസിസ് എന്ന് പറയും. ക്രൈസിസ് ഓക്കെ. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സിംഗുലറും ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലുമാണ്. ഓക്കെ. സോ ഹിയർ ദ കോണ്ടെക്സ്റ്റ് ഇസ് വി മസ്റ്റ് ബൂസ്റ്റ് അവർ സെൽസ് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ക്രൈസിസ്. അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് അവർ സെൽസ് എന്ന് പറയുന്നതും ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളെ തന്നെ ക്രൈസിസിൻ്റെ ടൈംസിൽ എന്ത് ചെയ്യണം? ബൂസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനർജൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒന്ന് ഉഷാറാക്കണം. നമുക്ക് നമ്മളെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് നമ്മളെ തന്നെ ധൈര്യം കൊടുത്ത് ഉഷാറാക്കണം അല്ലേ, എനർജൈസ് ചെയ്യണം അല്ലേ. സോ വി മസ്റ്റ് ബൂസ്റ്റ് അവർ സെൽസ് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ക്രൈസിസ്. നമ്മൾ തന്നെ ധൈര്യം കൊടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് വരാൻ ശ്രമിക്കണം. സിമിലർലി ദിസ് ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ ദെംസെൽസ്. ഇവിടെ നിങ്ങൾക്ക് സബ്ജക്റ്റ് ദിസ് ഡിസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സബ്ജക്റ്റ് ദേ ഒന്നും കാണുന്നില്ല. സോ ഇങ്ങനത്തെ സെൻറ്റൻസസും നമുക്ക് വരാം. എപ്പോഴും സബ്ജക്റ്റ് വരണം എന്നില്ല, സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആവണമെന്നില്ല. ബട്ട് 1 to 5 നോക്കുമ്പോൾ 4 out of 5 നമ്മൾ പറഞ്ഞ കേസ് വരുന്നുണ്ട്. അപ്പോൾ ദർ ആർ സം എക്സെപ്ഷൻസ്. ഇപ്പോൾ ദിസ് ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ ദെംസെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ദേ മെയ്ഡ് ദിസ് ഡിസിഷൻ ദെംസെൽസ്. അങ്ങനെ പറയുമ്പോൾ ദേയും ദെംസെൽസും ഒരേ സെൻറ്റൻസിൽ വരും. ബട്ട് നമുക്ക് ഒരു സെൻറ്റൻസിന് 2-3 ടൈപ്പിൽ റീഫ്രേസ് ചെയ്ത് എഴുതിക്കൂടെ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ദിസ് ഡിസിഷൻ എന്നുള്ളത് സബ്ജക്റ്റായിട്ട് വരുന്നത്. ദിസ് ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ ദെംസെൽസ്. ഓക്കെ. ഇപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഇവിടെ ഉണ്ട്. Before that, reflexive pronouns also has another name. They are called emphatic pronouns. So if you look at some textbook in this name, if you find these examples in the name of emphatic pronouns, don't get confused. It is just another name for reflexive pronouns. So emphatic pronouns are used to put emphasis on the subject before the verb. Their form is same as that of reflexive pronouns. Emphasize ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെങ്കിലും കൂടുതൽ എന്തിനെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹൈലൈറ്റ് ചെയ്യുക, സിഗ്നിഫിക്കൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ടു എംഫസൈസ്. എംഫസൈസ് ചെയ്യുന്നതിനെയാണ് എംഫസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എംഫറ്റിക് പ്രൊനൗൺസ് എന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിന് എംഫസിസ് ചെയ്തുകൊണ്ട് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ എംഫറ്റിക് പ്രൊനൗൺസും റിഫ്ലെക്സീവ് പ്രൊനൗൺസും സെയിം ആണ്. യാ, ഹു ക്യാൻ റീഡ് ദീസ് എക്സാമ്പിൾസ് നൗ? ഷമീർ ബാബു, ഡു യു വാണ്ട് ടു റീഡ്? Okay. Okay. Gayatri herself did the work. He himself kept everything this morning. Sam himself planted the sapling. Hema and Dina themselves did. I completed all the work today. Okay. Work Shamir today. Babu, what was your name? I forgot your name. Niha. Niha. Okay. You are a girl, right? Okay. Fine. Thank you, Niha. So here you can see Gayatri herself did the work. So here Gayatri and herself denote the same person.
He himself checked everything this morning. So ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റിഫ്ലെക്സീവ് പ്രൊണൗൺ ഒബ്ജക്റ്റിന്റെ പ്ലേസിലല്ല വരുന്നത്, സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ അനദർ വേ ഓഫ് റൈറ്റിംഗ് സെൻറ്റൻസസ് യൂസിങ് റിഫ്ലെക്സീവ് പ്രൊണൗൺസ്. എപ്പോഴും ഇപ്പോൾ നമ്മളൊരു റൂള് പഠിച്ചാൽ, നമ്മുടെ ലാംഗ്വേജിലുള്ള ഒരു പ്രത്യേകതയാണ്, ഒരു റൂൾ നമ്മൾ പഠിച്ചാൽ 99% നമുക്ക് ആ റൂൾ അപ്ലിക്കബിൾ ആയിരിക്കും. ബട്ട് ദർ മേ ബി 1% വേർ ദാറ്റ് റൂൾ ക്യാൻ ബി ബ്രോക്കൺ. എവിടെയെങ്കിലും ചില എക്സെപ്ഷൻസ് നമുക്ക് വരും. ദാറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ ഇംഗ്ലീഷ്, ഇൻ എനി ലാംഗ്വേജ്. ഇപ്പോൾ മലയാളം ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ മലയാളം ഗ്രാമർ, തമിഴ് ഗ്രാമർ, എന്ത് ലാംഗ്വേജ്, ഹിന്ദി ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എക്സെപ്ഷൻസ് എല്ലാ ലാംഗ്വേജസിലും വരുന്നുണ്ടോ. അത്തരം എക്സെപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ. സിമിലർലി സാം ഹിംസെൽഫ് പ്ലാന്റഡ് ദ സാംപ്ലിംഗ്. ഇതിനെനിക്ക് സാം പ്ലാന്റഡ് ദ സാപ്ലിംഗ് ഹിംസെൽഫ് എന്നും എഴുതാം, തെറ്റില്ല. അവിടെ അങ്ങനെ എഴുതിയാൽ എന്താകും, സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം പേഴ്സൺ ആകും. ഓക്കെ. അപ്പോൾ നമുക്കിതിന് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ എഴുതാമെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. സിമിലർലി ഹേമ ആൻഡ് ഹരിണി themselves did the homework. So ഹേമ ആൻഡ് ഹരിണി പ്ലൂറൽ ആയതുകൊണ്ട് I can write themselves. Similarly I myself completed all the work today. I can write it in this way also. I completed all the work today myself. അങ്ങനെയും എഴുതാം. എനിവേസ് ഐയും മൈസെൽഫും ഇവിടെ സെയിം പേഴ്സണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. Alright, this is all about emphatic pronouns. Any doubts? Any doubts? No, miss. No. Okay, okay, fine. Now moving to the next type, distributive pronouns. Distributive pronouns എന്ന് പറയുന്നത് ടോട്ടലി നിങ്ങൾക്ക് 3 പ്രൊണൗൺസേ ഉള്ളൂ. ഈച്ച്, ഐദർ ആൻഡ് നൈദർ. ഏതൊക്കെയാണ്? ഈച്ച്, ഐദർ ആൻഡ് നൈദർ. Distributive pronouns such as each, either and neither refer to persons or things taken as a unit. അപ്പോൾ ഇതിന് ഈച്ച്, എയ്തർ, നെയ്തർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കേസസിലും യൂസ് ചെയ്യില്ല അല്ലേ, നമ്മൾ ചില ആവശ്യമുള്ള കേസസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു 3 പ്രൊണൗൺസ് ആണ്. അപ്പോൾ ഇവരെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. സോ നൗ ലെറ്റ്സ് ചെക്ക് ദീസ് എക്സാമ്പിൾസ്. ഹു ഈസ് റെഡി ടു റീഡ് ദീസ് സെൻറ്റൻസസ്? ഷാൽ ഐ കോൾ ഔട്ട് ദ നെയിംസ്? Okay, let me call, yeah, Jia, can you read the sentences? Yes, ma'am. Yes, Jia. Each of them took turns to help out with the project. Either of you can take the free passes for the show. Neither of you is allowed to go out till you finish your exam. Each student should bring the money tomorrow. Neither his father nor mother attended the meeting. Either Ram or Raj can join the club. Very good, nice reading, good. So here you can see each of them took turns to help out with the project. So ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഒരു ക്ലാസ്സിലൊരു 40 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ അവിടെ വേണം. ഈച്ച് വൺ ഓഫ് ദം ഷുഡ് വർക്ക്. അവിടെയാണ് നമ്മൾ ഈച്ച് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഈച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരും. So each of them took turns to help out with the project എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിൽ ഓരോരുത്തരും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഈച്ച് ഓഫ് ദം കോൺട്രിബ്യൂട്ടഡ് ദെയർ സപ്പോർട്ട് എന്നാണ് അവിടെ പറയുന്നത്. took turns എന്ന് പറഞ്ഞാൽ they decided to help. Alright, next is either of you can take the free passes for the show. Either is always used when there are 2 people or 2 things. 2 പേരുണ്ട്. For example, either Anu or Manu can attend the show എന്ന് പറഞ്ഞാൽ ഒന്നിൽ അനുവിന് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ മനുവിന് അറ്റൻഡ് ചെയ്യാം. either Anu or Manu can attend the show. 2 പേര് അറ്റൻഡ് ചെയ്യണം എന്നാണെങ്കിൽ both എന്ന് വരും. both Anu and Manu can attend the show അല്ലെങ്കിൽ both Anu and Manu should attend the show അങ്ങനെ വരും. either വന്നാൽ ഒന്നിൽ ഇയാൾ അല്ലെങ്കിൽ അയാൾ അങ്ങനെ. so either of you can take the free passes for the show. ഇതിൻ്റെ മീനിങ് 2 പേരെന്ന് തന്നെയാണ്. either of you എന്ന് പറഞ്ഞാൽ ഇവിടെ both of you എന്നുള്ള മീനിങ് ആണ്. ഞാൻ പറഞ്ഞത് either or അങ്ങനെ വരുമ്പോൾ either Anu or Manu can use this opportunity. ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, ഒരു സ്കോളർഷിപ്പ് വന്നു, ഒരാൾക്കേ സ്കോളർഷിപ്പ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ either Anu or Manu എന്ന് നമുക്ക് പറയാം. ഒന്നിൽ അനു അല്ലെങ്കിൽ മനു. ഇതിപ്പോൾ 2 പേർക്കും ചെയ്യാമെന്ന് പറയുമ്പോൾ both of you can take, both Anu and Manu can take the free passes അങ്ങനെയും പറയാം. ഇനി 2 പേർക്കും എന്ന് പറയാൻ വേറൊരു മെത്തേഡാണ് either of you. either of you can take the free passes for the show.
അപ്പോൾ ഇവിടെ രണ്ട് പേർക്കും എടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നെയ്തർ ഓഫ് യു ഇസ് അലൗഡ് ടു ഗോ ഔട്ട് ടിൽ യു ഫിനിഷ് യുവർ എക്സാം. നെയ്തർ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. ആർക്കും പെർമിഷൻ ഇല്ല, ആരും അലൗഡ് അല്ല എന്നുള്ള മീനിങ്. സോ നെയ്തർ ഓഫ് യു ഇസ് അലൗഡ് ടു ഗോ ഔട്ട് ടിൽ യു ഫിനിഷ് യുവർ എക്സാം. അതേപോലെ നമുക്ക് ഇങ്ങനെ പറയാം, നെയ്തർ അനു നോർ മനു ക്യാൻ റൈറ്റ് ദ എക്സാം. അപ്പോൾ അനുവിനും എക്സാം എഴുതാൻ പറ്റില്ല, മനുവിനും എക്സാം എഴുതാൻ പറ്റില്ല. നെയ്തർ അനു നോർ മനു ക്യാൻ റൈറ്റ് ദ എക്സാം. അല്ലെങ്കിൽ നെയ്തർ ഓഫ് യു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആർക്കും പറ്റില്ല എന്നുള്ള മീനിങ് ആണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഇസ് ഈച്ച് സ്റ്റുഡൻറ്റ് ഷുഡ് ബ്രിങ് ദ മണി ടുമോറോ. അത് നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഓരോ സ്റ്റുഡൻറ്റും എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ഇസ് നെയ്തർ ഹിസ് ഫാദർ നോർ മദർ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അപ്പോൾ അവൻ്റെ അച്ഛനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല, അമ്മയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എയ്തർ റാം ഓർ രാജ് ക്യാൻ ജോയിൻ ദ ക്ലബ്. ഇത് ഞാൻ പറഞ്ഞു, ഒന്നിൽ രാം അല്ലെങ്കിൽ രാജ്, അങ്ങനത്തെ സിറ്റുവേഷൻ. എയ്തർ റാം ഓർ രാജ് ക്യാൻ ജോയിൻ ദ ക്ലബ്. ഓൾറൈറ്റ്, ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിൻ്റെ യൂസ്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ യൂസ് ചെയ്തു? ഈച്ചിന് ഒരു യൂസേ ഉള്ളൂ, ഫസ്റ്റ് എക്സാമ്പിളും ഫോർത്ത് എക്സാമ്പിളും. എയ്തർ എന്ന് പറയുന്നതിന് നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്തു. ഒന്നിൽ എയ്തറിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ എയ്തർ ഓർ രണ്ടും വെച്ചിട്ട് യൂസ് ചെയ്തു. അതേപോലെ നെയ്തറിനെ സെപ്പറേറ്റ് ആയിട്ടും പറയാം, നെയ്തർ നോർ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. നൗ മൂവിങ് ടു indefinite pronouns. Indefinite pronouns is very important because there are lot of words under indefinite pronouns. So indefinite pronouns inde oru list thanneyundu. Something, someone, somebody, anything, anyone, anybody, nothing, no one, nobody. ആദ്യം ഈ അതേപോലെ everything, everyone, everybody. I repeat, something, someone, somebody, anything, anyone, anybody, നത്തിങ്, നോ വൺ, നോ ബഡി. പിന്നെ ലാസ്റ്റിൽ വരുന്ന എവറിത്തിങ്, എവറി വൺ, എവറിബഡി. അപ്പോൾ ഇത് തന്നെ 12 ആയില്ലേ? 3 3 3 3 12 ആയി. പിന്നെ കൂടാണ്ട് ഓൾ, നൺ, സം, സെവറൽ, ഫ്യൂ, എനി, മെനി ആൻഡ് അതർ. സോ 12 + 8 ടോട്ടലി നമുക്ക് 20 ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഉണ്ട്. ഓക്കെ, ആ സംതിങ്, സംവൺ, സംബഡി അതൊരു ട്രിപ്ലറ്റ് ആയിട്ട് പഠിക്കാം. എനിത്തിങ്, എനിവൺ, എനിബഡി ഒരു ട്രിപ്ലറ്റ് ആയി. നത്തിങ്, നോ വൺ, നോബഡി ഒരു ട്രിപ്ലറ്റ് ആയി. എവറിത്തിങ്, എവറി വൺ, എവറിബഡി അതൊരു ട്രിപ്ലറ്റ് ആയി. പിന്നുള്ളത് ഓൾ, നൺ, സം, സെവറൽ, ഫ്യൂ, എനി, മെനി ആൻഡ് അതർ. സോ ദീസ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് റെഫർ ടു പേഴ്സൺസ് ഓർ തിങ്സ് ഇൻ എ ജനറൽ വേ. ഒരു ജനറൽ വേയിൽ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ആൻഡ് ഇവർക്ക് ഈ ഇൻഡെഫിനിറ്റ് എന്ന നെയിം വരാനുള്ള കാരണം എന്താണ്? ദീസ് തിങ്സ് ആർ കോൾഡ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ബിക്കോസ് they are not definite. They are not definite. They are not definite or specific or exact. അതായത് ഇപ്പോൾ സംതിങ് ഇസ് റോങ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. സംതിങ് ഇസ് റോങ് സംവേർ എന്ന് നമ്മൾ പറയും അല്ലേ? എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ് സംതിങ് എന്ന് പറയുന്നത്. അതേപോലെ സംബഡി കോൾഡ് യു, ആരോ നിന്നെ വിളിച്ചു. ആർ വി ഷുവർ അബൌട്ട് ഹൂ കോൾഡ് us? No, we are not sure. We don't know who called us. Similarly, anybody can come and sing. So anybody, I am not specifically pointing out one particular person. Anybody can come and sing. Similarly, if I tell everyone are equal, everyone means everyone. അത് സ്പെസിഫിക് ആയിട്ട് ആരെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് they are used with both countable and uncountable nouns as well. Indefinite pronouns refer to persons or things in a general way. They are called indefinite because these things are not definite, specific or exact, and they are used with both countable and uncountable nouns. So we have some examples. Yes, Shika, you can go ahead. Shika, can you read the examples? Yes, teacher. Yeah. Can you give me something to eat? Someone was calling me on the phone. Somebody is standing behind you. Nobody went for the party. None of you helped her. Nothing is there in the kitchen. Okay. So these are some simple examples for you to understand. Okay, ഞാനിതിൽ എല്ലാത്തിനും എക്സാമ്പിൾ തന്നിട്ടില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നെ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റിൽ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സെൻറ്റൻസസ് വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്, നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ, റിലേറ്റീവ് പ്രൊനൗൺസ്. So relative pronouns are very similar to interrogative pronouns.
Why? Because interrogative pronouns നമ്മൾ പഠിച്ച ഒരു 5 pronouns ഉണ്ടല്ലോ, what, which, who, whose and whom. ഇവർ തന്നെയാണ് നമ്മൾ റിലേറ്റീവിൽ പഠിക്കുക, ജസ്റ്റ് വിത്ത് വൺ അഡീഷൻ, ദാറ്റും കൂടെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യും. വാട്ട്, വിച്ച്, ഹൂ, ഹൂസ്, ഹൂം ആൻഡ് ദാറ്റ്. ആൻഡ് ദേ ആർ കോൾഡ് റിലേറ്റീവ് പ്രൊനൗൺസ് ബിക്കോസ് ഇറ്റ് ലിങ്ക്സ് എ ഫ്രേസ് ഓർ ക്ലോസ് ടു അനദർ ഫ്രേസ് ഓർ ക്ലോസ് ഇൻ എ സെൻറ്റൻസ്. അതായത് ഈ റിലേറ്റീവ് പ്രൊനൗൺസിന് കൺജങ്ഷൻസിൻ്റെ സ്വഭാവമാണ്. ഹോപ്പ് യു നോ വാട്ട് ആർ കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് ആർ ലിങ്കിങ് വേർഡ്സ്, റൈറ്റ്? സോ കൺജങ്ഷൻസിൻ്റെ ബിഹേവിയർ ആണ് ഈ റിലേറ്റീവ് പ്രൊനൗൺസിന്. ദേ വിൽ ലിങ്ക് വൺ ഫ്രേസ് ഓർ ക്ലോസ് ടു അനദർ ഫ്രേസ് ഓർ ക്ലോസ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ രണ്ട് ഫ്രേസുകളെയോ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെയോ ലിങ്ക് ചെയ്യിക്കുന്നതാണ് ഈ റിലേറ്റീവ് പ്രൊനൗൺസിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, so what, which, who, whose, whom and that. These are the examples. So now let's look at the use of some relative pronouns. Okay, so Usha, can you read the examples? Usha, see? Can I, miss? Okay, yes, Neha, yeah. The boy who came with my father yesterday is my brother. Please read the poem which Wordsworth wrote. The Airbus that landed just now came from London. This is the man whose music album sells worldwide. The student whom you sent last week is brilliant. This is what I asked. Very good. Okay, so here നമുക്ക് മനസ്സിലാക്കാം, ഈ റിലേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ സെൻറ്റൻസിൻ്റെ മിഡിലാണ് വരുന്നത്. എല്ലാവരും എന്താണ്, മിഡിലാണ്. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയിരുന്ന സമയത്ത് ഇവരൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വന്നു. ഇപ്പോൾ വേർഡ്സ് സെയിം ആണ്, പക്ഷെ എന്താ, റിലേറ്റീവ് ആയ സമയത്ത് ഇവരൊക്കെ നടുവിലാണ് വരുന്നത്. ദ ബോയ് ഹൂ കെയിം വിത്ത് മൈ ഫാദർ യെസ്റ്റർഡേ ഈസ് മൈ ബ്രദർ. പ്ലീസ് റീഡ് ദ പോയം വിച്ച് വേർഡ്സ്വർത്ത് റോട്ട്. ദ എയർബസ് ദാറ്റ് ലാൻഡഡ് ജസ്റ്റ് നൗ കെയിം ഫ്രം ലണ്ടൻ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാം മിഡിലിൽ വരുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് ദീസ് റിലേറ്റീവ് പ്രൊനൗൺസ് ലിങ്ക്സ് എ ഫ്രേസ് ടു അനദർ ഫ്രേസ് ഇൻ എ സെൻറ്റൻസ് ഓർ വൺ ക്ലോസ് ടു അനദർ ക്ലോസ് ഇൻ എ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട് ഈസ് എ ക്ലോസ്? ഫ്രേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടോ മൂന്നോ വേർഡ്സ് ചേർന്നാൽ ഒരു ഫ്രേസ് ആവും. വാട്ട് ഈസ് എ ക്ലോസ്? രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് എ ക്ലോസ് ആൻഡ് ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു എ സെൻറ്റൻസ്? നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഇൻസ്റ്റെഡ് ഓഫ് ടൈപ്പിംഗ് ഇൻ ദ ചാറ്റ് ബോക്സ് യു ക്യാൻ സ്വിച്ച് ഓൺ യുവർ മൈക്ക് ആൻഡ് ടെൽ. വാട്ട് ഈസ് എ ക്ലോസ് and how is it related to a sentence? Okay, so if you don't have idea, that's okay. Clause is nothing but a group of words. What is a clause? A group of words. A group of words is called a clause. Now, how is it related to a sentence? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റൻസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ആലോചിക്കുക. വാട്ട് ഈസ് മീൻ ബൈ എ സെൻറ്റൻസ്? കം ഓൺ ഗൈസ്, വാട്ട് ഈസ് എ സെൻറ്റൻസ്? Ma'am, is it a group of words arranged in a proper way? Exactly the same. A group of words written or arranged in a proper order is called a sentence. അപ്പോൾ ക്ലോസും സെൻറ്റൻസും തമ്മിൽ എന്താ ഡിഫറൻസ്? ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ ക്ലോസിൻ്റെത്, ജിയ പറഞ്ഞത് സെൻറ്റൻസിൻ്റെ. ഈ രണ്ടിനും ഇടയിൽ ഒരു ഡിഫറൻസ് വരുന്നില്ലേ? Did somebody identify that? You would have noticed the difference. A clause is a group of words and a sentence is a group of words written in a proper order to give a meaning. So a proper order എന്ന് പറയുന്ന സാധനം ക്ലോസിലില്ല. It is there only in sentence. So a clause is simply a group of words, whereas a sentence is a group of words arranged in a proper order. Alright, അതാണ് ക്ലോസും സെൻറ്റൻസും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ ഒരു ക്ലോസിനെയും മറ്റൊരു ക്ലോസിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നതാണ് ഈ റിലേറ്റീവ് പ്രൊനൗൺസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ വി ഹാവ് സം അതർ റിലേറ്റീവ് പ്രൊനൗൺസ് ഹിയർ. യാ, അനന്യ, ക്യാൻ യു റീഡ് ദീസ് എക്സാമ്പിൾസ്? Ananya, can you read the examples? Yes, Ananya. Whoever wants a new book can get it from me. Who can buy whatever you want? You can buy.
You can buy whatever you want. Whichever is best, go for that. Send the letter to whomsoever it may be concerned. Drink water whenever you feel thirsty. Very good. So here you can see whoever wants a new book can get it from me. Similarly, you can buy whatever you want. For whoever, whatever, whichever, whomsoever, and whenever. These are again some other relative pronouns. Whoever എന്ന് വെച്ചാൽ ആര് വേണമെങ്കിലും, whatever എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും, whichever എന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും, whomsoever എന്ന് വെച്ചാൽ ആരെ വേണമോ അവരെ, and whenever എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും. Alright, so these are some other relative pronouns. Now moving to reciprocal pronouns. നമ്മൾ 9th ടൈപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. reciprocal pronouns. മാത്സിൽ നിങ്ങൾക്ക് ഉള്ളൊരു കോൺസെപ്റ്റാണ് റെസിപ്രോക്കൽസ് അല്ലേ? മാത്തമാറ്റിക്സിൽ റെസിപ്രോക്കൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫ്രാക്ഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ റെസിപ്രോക്കൽ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ദ ഉൾട്ട അല്ലെങ്കിൽ ഓപ്പോസിറ്റിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയാം. സോ പ്രൊനൗൺസ് വിച്ച് ഷോ റിലേഷൻ വിത്ത് വൺ അനദർ ആർ കോൾഡ് റെസിപ്രോക്കൽ പ്രൊനൗൺസ്. അപ്പോൾ മാത്സിൽ 2/5ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 2/5. ഇതിന്റെ റെസിപ്രോക്കൽ എത്രയാ? 5/2. ഓക്കെ. 3/6. 3/6ന്റെ റെസിപ്രോക്കൽ 6/3. 6/3. യെസ്. അപ്പൊ നമുക്ക് റെസിപ്രോക്കലിന് 6/3 എന്നും പറയാം, അല്ലെങ്കിൽ 2 എന്നും പറയാം. ബിക്കോസ് 6 ഡിവൈഡഡ് ബൈ 3 is 2 അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതേപോലെ റെസിപ്രോക്കൽ മാത്സിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പ്രൊനൗൺ ആയിട്ടും. വി ഹാവ് ഓൺലി 2 റെസിപ്രോക്കൽ പ്രൊനൗൺസ്, വൺ അനദർ ആൻഡ് ഈച്ച് അതർ. അതായത് റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഇവിടെ മീൻ ചെയ്യുന്നത് പരസ്പരം എന്നുള്ള മീനിങ്ങുകളാണ്. റെസിപ്രോക്കൽ പ്രൊനൗൺസ് ഏതൊക്കെയാണ്? വൺ അനദറും ഈച്ച് അതറുമാണ്. ഇവരെങ്ങനെയാണ് പരസ്പരം എന്ന് വരുന്ന കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നത്. സോ പ്രൊനൗൺസ് വിച്ച് ഷോ റിലേഷൻ വിത്ത് വൺ അനദർ ആർ കോൾഡ് റെസിപ്രോക്കൽ പ്രൊനൗൺസ്. വൺ അനദർ ആൻഡ് ഈച്ച് അതർ ആർ ദ ഓൺലി 2 റെസിപ്രോക്കൽ പ്രൊനൗൺസ്. ആകെ 2 റെസിപ്രോക്കൽ പ്രൊനൗൺസേ ഉള്ളൂ, വൺ അനദർ ആൻഡ് ഈച്ച് അതർ. ഓക്കെ. So let's see who can read the examples. Anjana, can you read the examples? Anjana, can you read the examples? Okay, what about Adila? Students, നിങ്ങളുടെ കോപ്പറേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എല്ലാവരും വോളണ്ടിയർ ചെയ്യാ വായിക്കാൻ കേട്ടോ. യെസ് ആദില, you can read the examples. Adila, I can't hear you. We are made for each other. Mala and Kumar live for each other. Students exchange their gifts. Your mic is off. Students Okay. exchanged their gifts to one another. Children use the crayons and sketch pens each other. Okay, and what is the last one? Oxygen and carbon dioxide are related to each other. Okay, actually there is some network issue in your side, Adila. എനിക്ക് ലാസ്റ്റ് എക്സാമ്പിൾ കേട്ടില്ല. ഓക്കെ, എനിവേസ് യു ക്യാൻ സ്വിച്ച് ഓഫ് യുവർ മൈക്ക്. ഓക്കെ, സോ വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഫ്രേസ് ആണ് അല്ലെ? ഞങ്ങൾ പരസ്പരം ഒന്നിനൊന്നാണ് ജീവിക്കുന്നത്. ഓക്സിജൻ and carbon dioxide are related to each other. Okay, Adila, fine, thank you. So here you can see Mala and Kumar live for each other. Similarly, students exchange their gifts to one another. Children use the crayons and sketch pens each other. അതായത് അവർ പരസ്പരം crayons ഉം sketch pens ഉം exchange ചെയ്ത് യൂസ് ചെയ്തു. And oxygen and carbon dioxide are related to each other. So here we know that oxygen and CO2, O2 and CO2 are related to each other because these two gases are very much involved in respiration. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരുമാണ് നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്ത് പഠിക്കാറുള്ളത്. So this is how each other and one another are used. Okay,
സോ റെസിപ്രോക്കൽ പ്രൊണൗൺസ് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ലാസ്റ്റ് പ്രൊണൗണിലേക്ക് പോവാണ്. എക്സ്ക്ലമേറ്ററി പ്രൊണൗൺ. Exclamation is something that expresses a sudden surprise or shock or emotion, right? So exclamatory pronoun is used to express a sudden or surprise feeling. What is the only exclamatory pronoun in English? What എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലത്തെ ഒരേ ഒരു എക്സ്ക്ലമേറ്ററി പ്രൊണൗൺ ആയിട്ട് വരുന്നത്. And we have some examples also. What a beautiful costume. What an amazing answer. What an intelligent boy he is. What nonsense are you talking? What stupidity is this? What a surprise. So here you can see what വെച്ചിട്ടാണ് എല്ലാ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ആണ് വാട്ട്, ബട്ട് സ്റ്റിൽ അതൊരു എക്സ്ക്ലമേറ്ററി വേർഡ് ആയതുകൊണ്ട് നമുക്ക് വാട്ട് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. കാരണം എക്സ്ക്ലമേറ്ററി പ്രൊണൗൺ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ എക്സ്ക്ലമേഷൻ മാർക്കിൽ തന്നെയായിരിക്കണം സെന്റൻസ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് ഓൾ ദ ടൈപ്സ് ഓഫ് പ്രൊണൗൺസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കിയ പ്രൊണൗൺസ് മാത്രം ഒന്ന് റിവൈസ് ചെയ്യാം. റിഫ്ലെക്സീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നത് ദർ ആർ ടോട്ടലി 7. മൈസെൽഫ്, yourself, itself, himself, herself, ourselves and themselves. And these pronouns reflect the subject in the sentence. Hence they are called reflexive pronouns. Sometimes the subject and the reflexive pronouns will be the same. Sometimes the subject and the object will be the same person because reflexive pronouns object in the place ilana varunathu. Next is emphatic pronouns. Emphatic pronouns are also called reflexive pronouns or vice versa. And reflexive pronouns ന്റെ മറ്റൊരു പേരായിട്ടാണ് നമ്മൾ emphatic pronouns നെ കാണുന്നത്. Next is distributive pronouns. There are only 3 distributive pronouns, namely each, either and neither. Each, either and neither ഇത് മൂന്നും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ട് യൂസ് ചെയ്യും. അതിൽ നമ്മൾ either എന്ന് മാത്രമായിട്ടും പറയാം, either or വെച്ചിട്ടും സെന്റൻസ് ഫ്രെയിം ചെയ്യാം. നെയ്തർ അതേപോലെ നെയ്തർ നോർ എന്ന് വെച്ചിട്ട് നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാം. ഇതിൽ either or എന്ന് പറയുന്നത് പോസിറ്റീവ് കോണ്ടെക്സ്റ്റിലും നെയ്തർ നോർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കേസിലുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂവിങ് ടു ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലി 20 പ്രൊണൗൺസ് ഉണ്ട്. സംതിങ്, സംവൺ, സംബഡി, എനിത്തിങ്, എനിവൺ, എനിബഡി, നത്തിങ്, നോ വൺ, നോബഡി, എവറിത്തിങ്, എവ്രിവൺ, എവറിബഡി, പിന്നെ വരുന്ന ഓൾ, നൺ, സം, സെവറൽ, ഫ്യൂ, എനി, മെനി ആൻഡ് അതർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിലേറ്റീവ് പ്രൊണൗൺസ് ആണ്. റിലേറ്റീവ് പ്രൊണൗൺസ് ആർ വെരി സിമിലർ ടു ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺസ് ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് വാട്ട്, വിച്ച്, ഹൂ, ഹൂസ്, ഹൂം, പിന്നെ ദാറ്റും കൂടെ നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിലേറ്റീവ് പ്രൊണൗൺസ് എപ്പോഴും സെന്റൻസസിന്റെ മിഡിലായിരിക്കും വരുന്നത്. ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺസ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിലും വരും. പിന്നെ കുറച്ച് അതർ റിലേറ്റീവ് പ്രൊണൗൺസും നമ്മൾ നോക്കിയിരുന്നു. ഫൈൻ. നൗ മൂവിങ് ടു റെസിപ്രോക്കൽ പ്രൊണൗൺസ്. വൺ അനദർ ആൻഡ് ഈച്ച് അതർ. ഇത് രണ്ടുമാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രൊണൗൺസ് ആയിട്ട് പഠിച്ചത്. പരസ്പരം എന്നുള്ള മീനിങ്ങിലാണ് ഇവരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. And finally, exclamatory pronoun, that is what. What is the only exclamatory pronoun? All right. So with this, we have one activity. Two paragraphs തന്നിട്ടുണ്ട്. So what you have to do, you have to correct these paragraphs by using the right pronouns. You have to substitute the right pronoun and rewrite the passages. Okay. So ഞാൻ first passage ആദ്യം read ചെയ്യാം. രണ്ടും different passages ആണ്. So first the passage ഞാൻ ഒന്ന് read ചെയ്യാം. Okay. Ravi is an intelligent boy. Ravi lives in a small village. A chill breeze touches Ravi's skin. A cool lake with swans swimming on the lake catches Ravi's eyesight. Ravi loves nature a lot. Ravi is studying in class 10 in a government school who loves helping others. When a woman was crossing the road with heavy luggage, Ravi asked the woman, "May I help you?" and carried the luggage and dropped the luggage at the woman's house. The woman thanked Ravi for the help. So, ഈ ഒരു പാസേജിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്നുള്ളത് നോക്കുക. Okay. So, who is ready to rewrite this passage or reread this passage? ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് റീഫ്രെയിം ചെയ്യണം using pronouns. Who can do that? Shika, can you try? Yes, teacher. Ravi is an intelligent boy. He lives in a small village. A chill breeze touches
His skin, Mm. a cool lake with swans swimming on the lake, catches his eyesight. Mm. He loves nature a lot. He is studying in class 10 in a government school who loves helping others. When a woman was crossing the road with heavy luggage, Devi asked the woman, or he asked the woman, may I help you? Mm. And carry the luggage and drop the luggage at the woman's home. Mm. The woman thanked him for the help. Very good, very good. Great attempt. You can also make one change. May I help you? And carried the luggage and dropped it at the woman's home. അല്ലേ നമുക്ക് ക്യാരിഡ് ദ ലഗേജ് ഡ്രോപ്ഡ് ദ ലഗേജ് ലഗേജ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം ഇറ്റ് എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം ആൻഡ് ദ വുമൺ എന്ന് പറയുന്നതിന് ഷീ എന്ന് വേണമെങ്കിലും ചെയ്യാം ഷീ താങ്ക്ഡ് Okay. രവി ഫോർ ദ ഹെൽപ്പ് വെരി ഗുഡ് ഗുഡ് അറ്റംപ്റ്റ് ഷീക Okay. ഗുഡ് ഗുഡ് നെക്സ്റ്റ് സെക്കൻഡ് പാസേജും കൂടെ ഞാൻ റീഡ് ചെയ്യാം റാണി is a brilliant girl. Rani lives in an urban area where huge buildings touch the sky, buzzing noise of traffic hit the ears, and crowds move busily towards work. One day, when Rani was on the way to school, Rani saw a dog hurt by a moving scooter. At once, Rani went near the dog, lifted the dog, and rushed the dog to a veterinary doctor. The dog, after recovering, shook the tail to thank Rani. നമുക്കിതിനെ എങ്ങനെ റീഫ്രേസ് ചെയ്യാം എന്നൊന്ന് നോക്കാം ഹു ഈസ് വില്ലിംഗ് ആർക്കാണ് ഷിക്ക ചെയ്തതുപോലെ ആരെങ്കിലും ഒരാൾ വരും നിങ്ങൾ തന്നെ വോളണ്ടിയർ ചെയ്ത് വരും shall I call Ananya? Ananya, can you try? It's very easy. No. Why? Okay. What about Jia? Ma'am. Yes, Adila. Okay, Adila try ചെയ്ത് നോക്കൂ ആദിലയുടെ വോയിസ് കേൾക്കുന്നില്ലല്ലോ Okay, Jia, you can try Jia. Adila is having some net issues, I think. Ma'am, I'll definitely make mistakes. It's okay. It's from mistakes that we learn. Please go ahead. Rani is a brilliant girl. She lives in an urban area where huge buildings touch the sky, buzzing noise of traffic hits the ears, and crowds move busily towards work. One day, when she was on the way to school, she saw a dog hurt by a moving scooter. At once, she went near the dog, lifted it, and rushed to it a veterinary doctor. The dog, the dog, after recovering, shook the tail to thank her. Excellent. Very good. Very good. Jia, ഒരു മിസ്റ്റേക്സും ഇല്ല ഒരു മിസ്റ്റേക്കും ഇല്ല ഓക്കെ യു ഡിഡ് ഇറ്റ് വെരി വെൽ ഗുഡ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും നിങ്ങളെ വോളണ്ടിയർ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ടാണ് യു ഹാവ് ടു കം ഫോർവേഡ് അപ്പോഴേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അനന്യ നെക്സ്റ്റ് ടൈം തൊട്ട് എന്തായാലും വരണം കേട്ടോ അനന്യൊക്കെ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ് എനിക്കറിയാം നിങ്ങളുടെ എല്ലാ ടോണി സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും നല്ല മിടുക്കി കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് മിടുക്കന്മാരും മിടുക്കികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ വോളണ്ടിയർ ചെയ്യണം നമുക്കിപ്പോൾ ആകെ നോക്കൂ സ്ട്രെങ്ത് തന്നെ ഒരുപാട് കുറഞ്ഞു വരികയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും ഓക്കെ ആൻഡ് സ്പെഷ്യലി ഞാൻ ഈ ക്ലാസ്സിലും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് സാറ് പറഞ്ഞിട്ടുണ്ട് റെഗുലർ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് IYM നിന്ന് പ്രൈസസ് ഉണ്ടാവും ഓക്കെ ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സ് എന്നുള്ള ഫേമിൽ നിന്നും എന്തായാലും റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രൈസ് ഉണ്ടാവും ഓക്കെ സോ നൗ ലെറ്റ്സ് ചെക്ക് സം ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പം വഴി എന്ന് പറയുന്നത് ബഡി വൺ തിങ് ഇങ്ങനെ മൂന്നായിട്ട് അതിനെ പിരിക്കുക എന്നിട്ട് ബഡിയിൽ വരുന്നതാണ് എവറിബഡി സംബഡി എനിബഡി നോബഡി വണ്ണിൽ വരുന്നതാണ് എവ്രി വൺ സം വൺ എനി വൺ നോ വൺ തിങ്ങിൽ വരുന്നതാണ് എവറിത്തിങ് സംതിങ് എനിത്തിങ് നത്തിങ് നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ജസ്റ്റ് മിസ് ഒരു 2 minutes ടൈം തരാം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ജസ്റ്റ് എ മിനിറ്റ് ഓക്കെ
Yes, students. Have you completed? Yes. Yes, So, ma'am. yes. Okay. So, നമുക്ക് ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ആണിത്. ഓക്കെ. സോ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് പറയുന്നുണ്ട് ടു റെഫർ ടു പീപ്പിൾ ഓർ തിങ്സ് വിത്തൗട്ട് സേയിങ് എക്സാക്ട്ലി ഹൂ ഓർ വാട്ട് ദേ ആർ. അതായത് കൃത്യമായിട്ട് ആരാണ് എന്താണ് എന്നുള്ളത് പറയാണ്ട് നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോട്ടലി 20 ഉണ്ട് എന്ന് പറഞ്ഞു. അതിലിപ്പോ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടി? 12 കിട്ടിയില്ലേ? 3 + 3 + 3 + 3 12 ഉണ്ട്. ഇനി അതിൽ കൂടാണ്ട് വരുന്നതാണ് സം, ഓൾ, മെനി, ഫ്യൂ അങ്ങനത്തെ പറയുന്ന വേർഡ്സ്. സം, സെവറൽ, ഫ്യൂ, മെനി, എനി, ഓൾ, അതർ. പിന്നെ മിസ് ഒരു വേർഡും കൂടെ വിട്ടു അല്ലേ? അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് 19 കിട്ടി. ഇപ്പൊ 20 ഒരു വേർഡും കൂടെ കിട്ടാണ്ട്. അപ്പൊ നമ്മൾ 20 പ്രൊനൗൺസ് ആയിട്ട് ടോട്ടലി ഇത് പഠിച്ചു വെക്കാം. ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ നൗൺസും പ്രൊനൗൺസും കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. യെസ് ആദില, ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ആദില മോളെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Okay, so I am just presenting a screen here. Okay, so the direction is you have to circle the correct pronouns given in the brackets. So circle ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. Then you have to write your answers on the lines. So നിങ്ങൾ just പറഞ്ഞാൽ മതി. For example, there is one example that they have given. John and Sam arrived late last night. As a result, Dash got much sleep. അതായത് ജോണും സാമും ലേറ്റ് ആയിട്ടാണ് അറൈവ് ചെയ്തത്. As a result, Dash got much sleep. What would be the answer here? Choose the correct answer from the brackets. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആകെ ഇവിടെ 7 പേരേ ഉള്ളൂ. Neither, yes. So, as a result, neither got much sleep. അപ്പോൾ ഇവിടെ neither എന്ന് മീൻ ചെയ്യുന്നത് ആരൊക്കെയാ? ആരൊക്കെയാ neither എന്ന് മീൻ ചെയ്യുന്നത്? പറയൂ. ജോൺ ആൻഡ് സാം. യെസ്, ജോണിനെയും സാമിനെയും. അതായത് ജോണും സാമും ലേറ്റ് ആയിട്ടാണ് ഇന്നലെ രാത്രി എത്തിയത്. അതുകൊണ്ട് രണ്ടുപേർക്കും ഉറക്കം വന്നില്ല എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. അപ്പൊ നമുക്കതൊരു എക്സാമ്പിൾ മാത്രമാണ്. ആക്ച്വലി അവർ ആൻസർ അതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ലടാ. നമുക്കപ്പോൾ ഇത് ഫസ്റ്റ് വൺ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആവണേ. ആകെ നമുക്ക് 7 പേരേ ഉള്ളൂ. 7 പേരും നല്ല ഉഷാറായിട്ടിരുന്നേ. 5 more minutes അത്രേ ഉള്ളൂ നമുക്ക്. 8:30 ഇനി 5 minutes കൂടെ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വിൽ പിക്ക് അപ്പ് ദ ബുക്സ്. Okay, let me call the first one. Adila, എന്താണ് ആൻസർ? Dash will pick up the books. ആദിലേക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട്. Okay, അനന്യ, can you try? First one അല്ലേ? I will pick up the books. വെരി ഗുഡ്. ഐ വിൽ പിക്ക് അപ്പ് ദ ബുക്സ്. കാരണം ഐ എന്നുള്ളത് സബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്, മീ എന്നുള്ളത് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഒരിക്കലും ഒരു സെന്റൻസ് നമുക്ക് മീ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് വെച്ചിട്ട് ഒരിക്കലും സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഐ ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇസ് ബ്ലാങ്ക് സെൻറ്റ് ബ്ലാങ്ക് എ പാക്കേജ് ഇൻ ദ മെയിൽ. അജയ്, ക്യാൻ യു ട്രൈ? അജയ് സഞ്ജയ് എപ്പോഴും മ്യൂട്ടിലാണല്ലോ, ഒന്ന് ട്രൈ ചെയ്തൂടെ? Dash sent Dash a package in the mail. ആദില, റെഡി ആയോ? Yes, ma'am. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മോളെ. സെക്കൻഡ് വൺ. She sent me a package in the mail. Very good. She sent me a package in the mail. Very good. The third one is, are you going to visit Dash this evening? Jia, you can try. Are you going to visit him this evening? Very good, very good. Next one is, Wendy is somewhere around. Have you seen Dash? Let me call Niha. ഏതാ വരിക? Her. Have you seen her? Yes. Have you seen she എന്ന് നമ്മൾ ചോദിക്കില്ല അല്ലേ? Have you seen her? Very good. Next one is for Shika. The boss gave Dash and Dash a good recommendation. Ma'am, the boss gave him and me a good recommendation. Very good, very good. Next is for Usha.
They told Dash to meet Dash in the parking lot. ഉഷ നെയിം എന്താണ് മോളെ? ഉഷയുടെ കറക്റ്റ് നെയിം എന്താണ്? ഒന്ന് കമന്റ് ബോക്സിൽ ഇടുവോ? Or I have to start again from Adila. Yes, Adila try ചെയ്തോടാ. 6th one. They told us to meet them in the parking lot. Yes. Okay, now the next one is Dash invited Dash over for tea. Ananya. They invited us for tea. Very good. Yes, the next one is for Gia. Our house is always open to Dash. Our house is always open to them. Okay. Next is for Niha. Adrian chose Dash and Dash for teammates. I will try. Hmm. First him. Ayo. Hmm. And second me. Very good. Adrian chose him and me for teammates. Adrian എന്നെയും അവനെയും teammates ആയിട്ട് തെരഞ്ഞെടുത്തു. Very good. Good. The last one is for Shika. There were so many bees buzzing around Dash. There were so many bees buzzing around us. Excellent. Very good. Now just ഒരു ചെറിയ ആക്ടിവിറ്റിയും കൂടെ നമുക്ക് ചെയ്തിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. Write the pronoun to replace the nouns in each sentence. നമുക്കിവിടെ കുറച്ച് nouns തന്നിട്ടുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യിക്കാൻ കുറച്ച് pronouns യൂസ് ചെയ്യണം. സിമ്പിൾ ആണ്. The first one is the students were happy to see one another again. അവിടെ എന്താ ആൻസർ വരിക? The students എന്നുള്ളതാണ് അവിടുത്തെ noun. So what can we replace there? They ആണോ മാം? They were happy to see one another again. Very good. Next is Mrs. May walked down the street to board the taxi. He, she, എടാ മിസ്സസ് മേ എന്നല്ലേ? അപ്പൊ he ആരാ പറഞ്ഞേ? she, She ആണ്. She. Okay. She walked down the street. Okay. ഷിക്കയാണല്ലേ? Okay. Okay. Next is Mary and Paul are going to visit friends. Isn't it they? They. Very good. They are going to visit friends. The next one is the soup was delicious. It was it was delicious. Very good. Brian rode the bicycle. He He rode the bicycle. Yes. And the last one is Janet and I walked to class early. We We walked walked to to class early. Very good. എന്തുകൊണ്ട് അവിടെ വി എന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം? because I ഉള്ളതുകൊണ്ട്. വെരി ഗുഡ്. ഐ വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത് അല്ലേ? വെരി ഗുഡ്. മക്കളെ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക്